വലിയൊരു കൊടുങ്കാറ്റിന് ശേഷം തെളിയുന്ന പ്രഭാതം പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു വെളിച്ചം കടന്നു വരികയാണ്. ഈ വരുന്ന 1202 പുണർദം നക്ഷത്രക്കാർക്ക് നൽകാൻ പോകുന്നത് അത്തരമൊരു വൻ തിരിച്ചുവരവാണ്. എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ ശരിയാകുന്നില്ലല്ലോ എന്നും കരുതി മനസ്സ് മടുത്തവരാണോ നിങ്ങൾ? എങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ആ നിരാശകൾക്കെല്ലാം വിരാമമിടാൻ ഈ 1202 സാധിക്കും. തൊഴിൽ, വിവാഹം, വിദേശയോഗം, ആരോഗ്യം, പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വൻ വഴിത്തിരിവുകൾ എന്തൊക്കെയാണ്? മിഥുനക്കൂറിലും കർക്കിടകക്കൂറിലുമായി വ്യാപിച്ചു കിടക്കുന്ന പുണർദം നക്ഷത്രക്കാരുടെ 1202 ഏറ്റവും കൃത്യവും സത്യസന്ധവുമായ സമ്പൂർണ്ണ പുതുവർഷ ഫലമാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. ദേവഗുരുവായ വ്യാഴത്തിന്റെ, അതായത് ബൃഹസ്പതിയുടെ ആധിപത്യമുള്ള നക്ഷത്രമാണ് പുണർദം. പുനർജന്മം അല്ലെങ്കിൽ വീണ്ടും പൂത്തുലയ്ക്കുക എന്ന സങ്കല്പമാണ് ഈ നക്ഷത്രത്തിന്റെ കരുത്ത്. സത്യസന്ധത, ക്ഷമ, ദൈവവിശ്വാസം, ഏത് പ്രതിസന്ധിയിലും പ്രതീക്ഷ കൈവിടാതെയുള്ള മുന്നേറ്റം, ഇതൊക്കെയാണ് പുണർദംകാരുടെ മുഖമുദ്ര. പുണർദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം മിഥുനക്കൂറിലും അവസാന കാൽഭാഗം കർക്കിടകക്കൂറിലുമാണ് വരുന്നത്. 1202 പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സൗഭാഗ്യങ്ങളുടെയും ആഗ്രഹ സഫലീകരണത്തിന്റെയും പൂർണ്ണതയുടെ വർഷമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച കഠിനമായ അനാവശ്യ അപവാദങ്ങൾക്കും മാനസിക വിഷമങ്ങൾക്കും ഈ ആണ്ടോടെ ശമനമുണ്ടാകും. വ്യാഴത്തിന്റെ അനുകൂല സ്ഥിതി നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ കൊണ്ടുവരും. ആഗ്രഹിച്ച ലക്ഷ്യങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ ഇത് സഹായിക്കും. അസാധ്യമെന്ന് കരുതിയ പല കാര്യങ്ങളും വളരെ ലളിതമായി നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ചുരുക്കത്തിൽ നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് അർഹമായ വിജയം ലഭിക്കുന്ന പൊൻവർഷമായിരിക്കും 1202. തൊഴിൽ രംഗത്തേക്ക് വന്നാൽ 1202 പുണർദം നക്ഷത്രക്കാർക്ക് അപൂർവമായ തൊഴിൽ നേട്ടങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഔദ്യോഗിക രംഗത്ത് നിങ്ങളുടെ കാര്യക്ഷമത അംഗീകരിക്കപ്പെടും. കാത്തിരുന്ന പ്രമോഷൻ, ശമ്പള വർധനവ്, മികച്ച തസ്തികയിലേക്ക് മാറ്റം എന്നിവ വളരെ എളുപ്പം കൈവരിക്കും. അധ്യാപനം, ബാങ്കിംഗ്, IT, റിയൽ എസ്റ്റേറ്റ്, അഭിഭാഷക വൃത്തി, സർക്കാർ സർവീസ്, കലാമേഖല എന്നിവയിൽ പ്രവർത്തിക്കുന്ന പുണർദം നക്ഷത്രക്കാർക്ക് ഈ വർഷം തിളങ്ങാൻ സാധിക്കും. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും നിലവിലുള്ള ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്കും വൻ ഓഫറുകൾ ലഭിക്കും. വിദേശത്ത് ജോലിക്കായോ ഉപരിപഠനത്തിനായോ ശ്രമിക്കുന്ന പുണർദം നക്ഷത്രക്കാർക്ക് തടസ്സങ്ങളില്ലാതെ വിസ ലഭിക്കുകയും ആഗ്രഹിച്ച നാട്ടിലേക്ക് പോവാൻ സാധിക്കുകയും ചെയ്യും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ വിപണികൾ കണ്ടെത്താനും വരുമാനം വർദ്ധിപ്പിക്കാനും അനുയോജ്യമായ സമയമാണിത്. സാമ്പത്തിക കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ 1202 പുണർദംകാർക്ക് വലിയൊരു സാമ്പത്തിക ആശ്വാസവും ഭദ്രതയും പ്രദാനം ചെയ്യും. പഴയ കടങ്ങൾ വീട്ടാനും അനാവശ്യമായ സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും മോചനം നേടാനും ഈ വർഷം സാധിക്കും. പുതിയ വീട് വയ്ക്കുക, വസ്തുക്കൾ വാങ്ങുക, പുതിയ വാഹനം സ്വന്തമാക്കുക എന്നിവയൊക്കെ ഈ വർഷം നടപ്പിലാക്കാൻ സാധിക്കും. സാമ്പത്തിക ഭദ്രത കൈവരുമ്പോഴും അനാവശ്യമായ ജാമ്യം നിൽക്കലുകളിലും വ്യക്തമായ കരാറുകളില്ലാത്ത പങ്കാളിത്ത ബിസിനസ്സുകളിലും പണം മുടക്കുന്നത് ഒഴിവാക്കണം. നിങ്ങളുടെ പണം മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്ത് സഹായിക്കുമ്പോൾ അത് തിരിച്ചു കിട്ടാൻ വൈകുമെന്ന കാര്യം ഓർമ്മയിൽ വേണം. കുടുംബജീവിതത്തിലേക്കും വ്യക്തിബന്ധങ്ങളിലേക്കും നോക്കിയാൽ പുണർദം നക്ഷത്രക്കാർക്ക് ഏറ്റവും സന്തോഷകരമായ അനുഭവം നൽകുന്ന വർഷമാണ് 1202. അവിവാഹിതരായ പുണർദംകാർക്ക് മനസ്സിൽ ആഗ്രഹിച്ച പോലൊരു ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ഈ വർഷം യോഗമുണ്ട്. പ്രണയിക്കുന്നവർക്ക് അത് തടസ്സമില്ലാതെ ദാമ്പത്യത്തിലേക്ക് വഴിമാറും. സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്ന ദമ്പതികൾക്ക് നല്ല വാർത്തകൾ കേൾക്കാനുള്ള ഭാഗ്യമുണ്ടാകും. കുടുംബത്തിൽ സന്തോഷപരമായ പല ചടങ്ങുകളും നടക്കും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പൊതുവെ നല്ല സമയമാണെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ചെറിയ അസുഖങ്ങൾ, അലർജി, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ വരാം. വ്യാഴത്തിന്റെ അനുഗ്രഹമുള്ളതിനാൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ബാധിക്കില്ല. കൃത്യമായ ജീവിതശൈലിയും വ്യായാമവും പിന്തുടർന്ന് കൂടുതൽ ഉന്മേഷം നൽകും. 1202 ലഭിക്കുന്ന ഈ മഹാഭാഗ്യങ്ങൾ പൂർണ്ണമായി അനുഭവിക്കാനും വരാവുന്ന ചെറിയ തടസ്സങ്ങൾ മാറ്റി നിർത്തി ഐശ്വര്യം വർദ്ധിപ്പിക്കാനും പുണർദം നക്ഷത്രക്കാർ ചെയ്യേണ്ട ലളിതമായ വഴിപാടുകൾ കൂടി പറയാം. വ്യാഴാഴ്ചകളിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തി പാൽപായസം, തുളസിമാല എന്നിവ വഴിപാടായി നൽകുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതും അത്യുത്തമമാണ്. കൂടാതെ വ്യാഴാഴ്ചകളിൽ ദരിദ്രർക്കോ വിദ്യാർത്ഥികൾക്കോ സഹായങ്ങൾ ചെയ്ത് നൽകുന്നതും വലിയ പുണ്യം തരും. അപ്പോൾ പുണർദം നക്ഷത്രക്കാരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും 1202 സകല ഐശ്വര്യങ്ങളും വിജയങ്ങളും നിറഞ്ഞതായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പുണർദം നക്ഷത്രക്കാരായ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കൂടുതൽ നക്ഷത്ര ഫലങ്ങൾ അറിയാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ചെയ്തു വയ്ക്കാൻ മറക്കരുത്.